നിങ്ങൾ വിവോ X300 സീരീസ് എടുക്കണോ അതോ ഓപ്പോ ഫൈൻഡ് X9 സീരീസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് ഇതിന്റെ പെർഫോമൻസും ക്യാമറയുടെ കാര്യമൊക്കെ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിന്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിന്റെ ബിൽഡ് നോക്കാം. ഇതിന്റെ രണ്ടിനും ഡിസൈൻസ് വെറൈറ്റി ആയ ഡിസൈൻസുകളാണ് വന്നിരിക്കുന്നത്. വിവോ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന X200 അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതൊരു കമ്പൈൻഡ് ഒന്നുമല്ല, നല്ല ഡിസൈനൊക്കെ തന്നെയാണ്. ഇനി ഓപ്പോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തായിട്ട് എൻ്റയർലി ഒരു ഡിഫറൻ്റ് ആയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ചെറിയ തോതിൽ നമ്മൾ വൺ പ്ലസിന്റെ ഫോൺ ആയിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ iPhone 16 Pro Max ഒക്കെ ആയിട്ട് ചെറിയൊരു സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. രണ്ട് ഡിസൈൻസും അടിപൊളിയൊക്കെ തന്നെയാണ്. അപ്പം ഈ ഡിസൈൻസിലെ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി ബിൽഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടിലും വന്നിരിക്കുന്ന ഗ്ലാസ് ബാക്കും അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിം ഒക്കെ തന്നെയാണ്. രണ്ടും നല്ല സ്ട്രോങ് ബിൽഡൊക്കെ തന്നെയാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. വിവോ X300 സീരീസിൽ രണ്ട് ഫോണും അതുപോലെ തന്നെ ഓപ്പോ ഫൈൻഡ് X9 സീരീസിലും രണ്ട് ഫോൺസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ വിവോ X300 സീരീസിലെ നോർമൽ വേരിയന്റും അതുപോലെ തന്നെ പ്രോ വേരിയന്റും ഡിസ്പ്ലേ ബേസിൽ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസിൽ മാത്രമാണ്. ബാക്കിയുള്ള സ്പെക്സുകളൊക്കെ സെയിം ആണ്. നോർമൽ വേരിയന്റിൽ വന്നിരിക്കുന്ന 6.31 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. എന്നാൽ പ്രോ വേരിയന്റിൽ വന്നിരിക്കുന്നത് 6.78 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ വലുപ്പത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള സ്പെക്സ് ഒക്കെ സിമിലർ ആണ്. രണ്ടിലും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LTPS സപ്പോർട്ട് അല്ല 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ രണ്ടിനും വന്നിരിക്കുന്ന പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 4500 നിറ്റ്സ് ആണ്. അതേപോലെ തന്നെ HPM ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2000 നിറ്റ്സ് ആണ്. ഇനി ഓപ്പോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ നോർമൽ വേരിയന്റും അതുപോലെ തന്നെ പ്രോ വേരിയന്റും തമ്മിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. നോർമൽ വേരിയന്റിൽ വന്നിരിക്കുന്ന 6.59 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇത് LTP ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാനുള്ള എല്ലാ റിസോഴ്സുകളും നോക്കിയപ്പോൾ അവിടെ എവിടെയും LTP മെൻഷൻ ചെയ്ത് കണ്ടില്ല. ഉണ്ടെങ്കിൽ അവർ മെൻഷൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ റിഫ്രഷ് റേറ്റ് നിങ്ങൾ മാനുവലി മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റിലൂടെ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. ഇനി പ്രോ വേരിയന്റിൽ നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന 6.78 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LTP സപ്പോർട്ടുള്ള 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇനി ഇതിന്റെ ബ്രൈറ്റ്നസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടിലും വന്നിരിക്കുന്ന 3600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും അതുപോലെ തന്നെ 1800 നിറ്റ്സിന്റെ HPM ബ്രൈറ്റ്നസ് ആണ്. അപ്പം ഈ രണ്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ ഒരു മികവുള്ളത് പ്രോ വേരിയന്റിലാണ്. എന്നാൽ വിവോന്റെ മോഡൽസായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ എന്ന് പറയുന്നത് വിവോ മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ളത് ആ സാധനത്തിനാണ്. അതുപോലെ തന്നെ നോർമൽ വേരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിവോ വേരിയൻസിൽ LTP സപ്പോർട്ട് ഉണ്ട്, ഇതിൽ LTP സപ്പോർട്ട് ഇല്ല. പ്രോ വേരിയൻസിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂടുതൽ കിട്ടുന്നത് വിവോന്റെ വേരിയന്റ് ആണ്. ഇനി ഇതിന്റെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ എല്ലാത്തിലും വന്നിരിക്കുന്നത് Dimensity 9500 പ്രൊസസറാണ്. എന്നാൽ ഇതിന്റെ ഒരു ആന്റിറ്റി സ്കോർ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പെർഫോമൻസിലെ ഡിഫറൻസ് മനസ്സിലാവാൻ പോകുന്നത്. വിവോന്റെ X300 നോർമൽ വേരിയന്റ് എടുത്ത് നോക്കുമ്പോൾ അതിന് വന്നിരിക്കുന്ന 3.2 മില്യൺ ആന്റിറ്റി സ്കോർ ആണ്. എന്നാൽ പ്രോ വേരിയന്റിൽ വന്നിരിക്കുന്ന 3.5 മില്യൺ ആന്റിറ്റി സ്കോർ ആണ്. ഈ ഓപ്പോന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിന്റെ നോർമൽ വേരിയന്റിൽ വന്നിരിക്കുന്ന 3.3 മില്യൺ ആന്റിറ്റി സ്കോറും അതിന്റെ പ്രോ വേരിയന്റിൽ വന്നിരിക്കുന്ന 3.6 മില്യൺ ആന്റിറ്റി സ്കോർ ആണ്. അപ്പോൾ നോർമൽ വേരിയന്റിന്റെ വിവോയും ഈ ഓപ്പോന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു എഡ്ജ് ഉള്ളത് ഓപ്പോയ്ക്കാണ്. അതേപോലെ തന്നെ പ്രോ വേരിയന്റിൽ നോക്കുമ്പോൾ ഒരു എഡ്ജ് ഉള്ളത് ഓപ്പോന്റെ ഫോൺസിനാണ്. ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോ X300 നോർമൽ വേരിയന്റിൽ വന്നിരിക്കുന്ന 200 MB മെയിൻ ക്യാമറയും 50 MB ടെലിഫോട്ടോയും 50 MB അൾട്രാ വൈഡും ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോ വേരിയന്റിൽ വന്നിരിക്കുന്നത് 50 MB മെയിൻ ക്യാമറയും 200 MB ടെലിഫോട്ടോയും 50 MB അൾട്രാ വൈഡ് ആണ്. ഇതാണ് ഈ രണ്ട് തമ്മിലായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ നോർമൽ വേരിയന്റ് വന്നിരിക്കുന്നത് 50 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. എന്നാൽ പ്രോ വേരിയന്റിലേക്ക് വന്നിരിക്കുന്നത് 50 MB മെയിൻ ക്യാമറയും 200 MB ടെലിഫോട്ടോയും അതുപോലെ തന്നെ 50 MB അൾട്രാ വൈഡ് ആണ്. ഇനി രണ്ട് ബ്രാൻഡുകളുടെയും ഫോണുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ കാര്യത്തിൽ ഒരു എഡ്ജ് ഉള്ളത് വിവോന്റെ ഫോണുകളാണ്. വിവോന്റെ കാര്യത്തിൽ സൈസിന്റെ ഒരു കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഓപ്പോന്റെ കാര്യം എടുത്തുമ്പോൾ അവർ ഹാസൽബ്ലാഡായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ട്. പക്ഷേ അത്രത്തോളം ഒരു ഫീച്ചേഴ്സ് ഇതിൽ കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം ഫൈൻഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിവോയിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉടൻ തന്നെ എടുത്ത് ഫോട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാം. കാരണം അത്ര അടിപൊളി ഫോട്ടോസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ മറ്റേ ഫോട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി എഡിറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഒരു വിവോന്റെ ഒരു ലെവൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം നിങ്ങൾ ക്യാമറ ബേസിലാണ് നോക്കുന്നെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ കാണുന്നതും കൂടി നല്ലതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ വിവോ ആയിട്ടാണ്. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോന്റെ നോർമൽ വേരിയന്റിൽ വന്നിരിക്കുന്ന 6040 mAh ബാറ്ററിയും 90 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് ആണ്. ഇനി X300 പ്രോ വേരിയന്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന 6500 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ 90 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് ആണ്. ആകെ ഒരു ഡിഫറൻസ് പറഞ്ഞ ബാറ്ററിന്റെ സൈസിലാണ്. ഇനി ഓപ്പോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ നോർമൽ വേരിയന്റിൽ വന്നിരിക്കുന്ന 1025 mAh ബാറ്ററിയും 80 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് ആണ്. എന്നാൽ പ്രോ വേരിയന്റിലേക്ക് വരുമ്പോൾ 1500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് ആണ്. അപ്പോൾ ബാറ്ററിയുടെ കാര്യം നോക്കുമ്പോൾ രണ്ട് നോർമൽ വേരിയൻസുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു എഡ്ജ് ഉള്ളത് ഓപ്പോയ്ക്കാണ്. അതുപോലെ തന്നെ പ്രോ വേരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിലും ഒരു എഡ്ജ് ഉള്ളത് ഓപ്പോയ്ക്ക് തന്നെയാണ്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ടോപ്പ് എന്ന് പറയുന്നത് ഓപ്പോ തന്നെയാണ്. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോയിൽ വന്നിരിക്കുന്നത് അവരുടെ പുതിയ OS ആയ ഒറിജിനൽ OS ആണ്. അതിന് 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എന്നാൽ ഓപ്പോന്റെ കാര്യം നോക്കുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കാർ OS ആണ്. അതിൽ 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നതാണ് പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ വലിയൊരു കമ്പാരിസൺ ഒന്നുമില്ല. എന്നാൽ പോലും അപ്ഡേറ്റിന്റെ കേസിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എഡ്ജ് ഉള്ളത് ഒറിജിനൽ OS ആണ്. ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ വിവോന്റെ X300
പ്രോയ്ക്കും അതുപോലെ തന്നെ ഓപ്പോന്റെ ഫൈൻഡ് എക്സ് 9 പ്രോയ്ക്കും രണ്ടിന് വില എന്ന് പറയുന്നത് 1,10,000 രൂപയാണ്. അതെന്ന് പറഞ്ഞാൽ 60GB 512GB വേരിയന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കണം, ഈ പ്രോ വേരിയന്റ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വേരിയന്റ് മാത്രമേ അവൈലബിൾ ആവൂ. നിങ്ങൾ 1,00,000 രൂപ മുടക്കിയേ പറ്റൂ. ഇനി ഇതിന്റെ നോർമൽ വേരിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വിവോ X300 3 വേരിയൻസ് ആണുള്ളത്. അതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റായ 12GB 256 വേരിയന്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 76,000 രൂപയാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 12GB 512GB വേരിയന്റ് ആണ്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 82,000 രൂപയാണ്. പിന്നുള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 60GB 512GB വേരിയന്റ് ആണ്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 86,000 രൂപയാണ്. ഇനി ഓപ്പോന്റെ നോർമൽ വേരിയൻസിലേക്ക് നോക്കുമ്പോൾ ഇതിൽ 2 വേരിയൻസുകളാണുള്ളത്. അതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് 12GB 256 വേരിയന്റ് ആണ്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ 75,000 രൂപയാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 60GB 512GB വേരിയന്റ് ആണ്. അതിന്റെ വില എന്ന് പറയുന്നത് 85,000 രൂപയാണ്. അപ്പോൾ നോർമൽ വേരിയന്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി വില കുറവ് എന്ന് പറയുന്നത് ഓപ്പോന്റെ ഫോൺസിനാണ്. ഇനി നിങ്ങൾ ഏത് ഫോൺ എടുക്കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമറയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വയ്യ, നിങ്ങൾ ഫോട്ടോ എടുത്തു അത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ആ ലെവലിൽ ഫോട്ടോ കിട്ടുന്ന ഒരു ഫോൺ വേണം. അതുപോലെ തന്നെ നിങ്ങൾ കുറേ വെറൈറ്റി ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ സൈസിന്റെ ഫിൽറ്റേഴ്സ് ഇഷ്ടമാണ്, അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ് വിവോന്റെ X300 Pro എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് അത്ര പൈസ മുടക്കാൻ താല്പര്യമില്ല ഒരു വിവോ ഫോണിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പാറ്റബിൾ ആയ നല്ല അടിപൊളി ക്യാമറ അല്ല ഈ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് X300 എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് അടിപൊളി ക്യാമറയും വേണം, അടിപൊളി ബാറ്ററിയും വേണം, അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ് Oppo Find X Pro 9 എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് അത്ര പൈസ മുടക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കാട്ടും ഒരു കോമ്പാറ്റബിൾ ആയ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് Oppo Find X9 എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഫോണുകളും അവരുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ അടിപൊളിയൊക്കെയാണ്. പിന്നെ ഒരു ചെറിയൊരു എഡ്ജ് വിവോയ്ക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എഡിറ്റഡ് ആയ ഒരു റിസൾട്ടാണ് വിവോ തരുന്നത്. എന്നാൽ ഓപ്പോൻ്റെ കുറച്ചും കൂടി എഡിറ്റ് ചെയ്ത് ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അടിപൊളി ക്വാളിറ്റി തരും എന്നൊരു വിധത്തിലാണ് എനിക്ക് തോന്നിയത്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ പറഞ്ഞത് മാത്രമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയുള്ള റിവ്യൂവും കൂടി കണ്ടിട്ട് എടുത്താൽ മതി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.